75-ൽ വീൽ സ്പിൻ ചെയ്തതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. ലോങ് ഡ്രൈവ് പോയ കൊടയം തിരിച്ചു വന്നപ്പം ഐ ലെഫ്റ്റ് ദെയർ അറ്റ് 98%. ഞാൻ 80,000 സർവീസ് ചെയ്തപ്പോൾ എനിക്ക് 1 lakh മുകളിലായിരുന്നു. അത്രയും, പക്ഷെ അതൊരു മേജർ സർവീസ് ആയിരുന്നു. അപ്പോൾ യു ടേൺസ് എടുക്കുമ്പോൾ കുറച്ച് ഫണ്ണായിരിക്കുമല്ലോ. ഡ്രൈവിംഗ് കംഫോർട്ട്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഫീൽ ഈ വണ്ടിയിൽ ഭയങ്കരമാണ്. അത്രയും ഒരു ഫീലിംഗ് നമ്മൾ വേറൊരു വണ്ടി ഓടിച്ചാലും ആ ഒരു ടോർക്ക് കിട്ടത്തില്ല. വോൾവോ XC40 റീചാർജ്, നമ്മുടെ ഇലക്ട്രിക് കാർ ഹണ്ടിൻ്റെ അടുത്ത ഇര. ഒരു പ്രീമിയം കാറിലേക്ക് മാറണം താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു പ്രീമിയം ഇലക്ട്രിക് കാർ സ്വന്തമാക്കണം താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു മോഡലാണ് XC40 റീചാർജ് എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു പ്രീമിയം കാറ്റഗറി SUV-ലോട്ട് മാറണം എന്നുള്ളവർക്കും പറ്റിയൊരു മോഡലാണ് XC40. ഇതിൻ്റെ IC എഞ്ചിൻ വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഒരു ഇലക്ട്രിക് വേർഷൻ വന്നു കഴിയുമ്പോൾ എന്തായാലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. വളരെ വിജയകരമായിട്ട് ലോകമെമ്പാടും വിറ്റുകൊണ്ടിരിക്കുന്ന XC40 എന്ന് പറയുന്നതിൻ്റെ റീചാർജ് വേരിയൻ്റ് എന്തായാലും നല്ല രീതിയിൽ തന്നെ ആളുകൾ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു അവർക്ക്. അതുപോലെ തന്നെ സംഭവിച്ചു. കാരണം ധാരാളം XC40 റീചാർജുകൾ നമ്മുടെ റോഡ്സിൽ കാണാൻ സാധിക്കുന്നു. കാരണം ഇലക്ട്രിക് യുഗം ആരംഭിച്ചതിനോടൊപ്പം തന്നെ ഇതും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നു, ലോങ് ഡ്രൈവ് പോയിരിക്കുന്നു, അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അധികം ചെയ്യാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ യൂസറെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂസർ എത്തിക്കഴിഞ്ഞു. ഫിലിപ്പ് അലക്സാണ്ടർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഹായ് ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. ബ്രോ എന്ത് ചെയ്യുന്നു? ഞാൻ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഡെക്ക് ഓഫീസർ. ഓക്കെ, അപ്പം നാട്ടിൽ ഒരു വണ്ടി എടുക്കണമെന്ന ആഗ്രഹത്തിൽ XC40 റീചാർജിലേക്ക് വന്നു അല്ലേ? എന്തുകൊണ്ടായിരുന്നു ഇത് കൺസിഡർ ചെയ്യാനായിട്ടുള്ള കാരണം? നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികൾ ഏതൊക്കെയായിരുന്നു? ഞാൻ നേരത്തെ വോൾവോ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ S60 ഉണ്ടായിരുന്നു, ഒരു 40 ഉണ്ടായിരുന്നു. സോ ഞാൻ ആക്ച്വലി S60 അവർക്ക് തന്നെ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് എടുത്ത വണ്ടിയാണിത്. ഓക്കെ, അപ്പം ഇലക്ട്രിക്കിലോട്ട് മാറേണ്ട സമയമായി എന്ന് കണ്ടിട്ടാണോ? ഡെഫിനറ്റ്ലി. ഇപ്പോൾ എല്ലാവരും ഓൺ ദ റോഡിൽ തന്നെ പോയി കഴിഞ്ഞാൽ എല്ലാവരും മോസ്റ്റ്ലി ഇഷ്ടംപോലെ EV വണ്ടികൾ കാണുന്നുണ്ട്. 10 EV ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി EVs ആയി. അപ്പോൾ ഞാനും EV-ലോട്ട് ചാടാമെന്നുള്ള രീതിയിലാണ് ഐ വെന്റ് ഫോർ an EV. ഓക്കെ, അപ്പം അന്ന് കൺസിഡർ ചെയ്തിരുന്ന വണ്ടികൾ ഏതൊക്കെ വണ്ടികളൊക്കെ നോക്കി അന്ന്? മീൻസ് പ്രീമിയം ബ്രാൻഡ് എന്നുള്ളതൊന്ന് തീരുമാനിച്ചിരുന്നോ? ഞാൻ വോൾവോ നോക്കിയിട്ടുണ്ട്, പിന്നെ ഹുണ്ടായുടെ ഐനിക് 5 നോക്കിയിട്ടുണ്ട്, പിന്നെ കിയയുടെ EV6. ഈ 3 വണ്ടീസാണ് നോക്കിയത്. അപ്പോൾ ഞാൻ വോൾവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് യൂസിങ് വോൾവോ പ്രീവിയസ്ലി. ഞാൻ വോൾവോ തന്നെ കുറച്ചും കൂടെ പ്രിഫർ ചെയ്തത് ബ്രാൻഡിനോട് ഇതും. പിന്നെ സേഫ്റ്റി വൈസ് വോൾവോയുടെ അത്രയും എനിക്ക് വേറെ ബ്രാൻഡ് അത്രയും സാറ്റിസ്ഫൈഡ് ആയില്ല. ഓരോ സേഫ്റ്റീസ് കൊണ്ടുവരുന്നത് അവരാണല്ലോ. വോൾവോയുടെ സേഫ്റ്റി വൈസ് ആണ് മോസ്റ്റ്ലി ഐ വെന്റ് ഫോർ എ വോൾവോ. ഓക്കെ, ബട്ട് അതർ ദാൻ ദാറ്റ് പവർ നോക്കിയാലും ഏറ്റവും മോസ്റ്റ് പവർഫുൾ വണ്ടി വരുന്നത് വോൾവോയാണ്. 3 ഇതിനകത്ത് നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി. EV6 നോക്കി. അപ്പോൾ അതിലും ബെറ്റർ ആയിട്ട് ഇതാണ് തോന്നിയത് പവർഫുൾ വൈസ്. ഓക്കെ, ബട്ട് സ്പേസ് വൈസ് ഒക്കെ ഐനിക് 5 ഇസ് മച്ച് ബെറ്റർ കാർ. ഓക്കെ, ബാക്കിലെ ലെഗ് സ്പേസും കംഫോർട്ടും എല്ലാം നോക്കുകയാണെങ്കിൽ ഐനിക് 5 കുറച്ചും കൂടെ വലുതാണ്, കുറച്ചും കൂടെ ഒരു ഡിഫറെൻറ്റ് EV ചേസസിലാണ് ആ വണ്ടി തന്നെ അവർ ഇറക്കിയിരിക്കുന്നത്. സിമിലർ ആയിരിക്കും EV6. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് വാങ്ങി എത്ര നാളായിട്ടുണ്ട് ഇപ്പോൾ വാങ്ങിയിട്ട്? ഇപ്പം ഞാൻ ഡിസംബറിൽ വാങ്ങിയതാണ്, ഡിസംബർ 2023. ഒരു 4 months ആവുന്നു. 4 months ആവുന്നു. അപ്പം എത്രയായിരുന്നു ഓൺ റോഡ് പ്രൈസ് ആയത് ഇത് വാങ്ങിയപ്പോൾ? ഓൺ റോഡ് 65 lakhs. 65 lakhs. അപ്പോൾ ഐനിക് 5 ഏകദേശം 50 lakhs. EV6 ആണെങ്കിൽ 70+. അപ്പം ഇതാണ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്തത്. ബാക്കി വൈസ് ഇറ്റ് വാസ് വെരി ഗുഡ് കാർ. ബട്ട് എനിക്ക് പവറും ടോർക്കും എല്ലാം നോക്കുവാണെങ്കിൽ വോൾവോ എന്ന് വെച്ചാൽ 2 മോട്ടോഴ്സ് ഉണ്ട്. 408 bhp ആണെന്ന് തോന്നുന്നു. 408 bhp ആണ്. ഫ്രണ്ടിലത്തേക്ക് ഒരു മോട്ടർ, ബാക്കിലേക്ക് ഒരു മോട്ടർ. അപ്പം അത് 0 to 100 ആണെങ്കിലും 4.8 seconds ഉള്ളൂ. സോ ആ ഒരു ഇത് വേറൊരു വണ്ടിക്കും ഇല്ല. ഈവൻ BMW iX എടുത്താൽ പോലും 0 to 100 is more than 6 seconds. ഓക്കെ, സോ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡ്രൈവ്. പിന്നെ ഡെയിലി യൂസിനും കുറച്ചുകൂടെ കോമ്പാക്ട് ആണ്. അതൊക്കെ വെച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബുക്കിംഗ് പീരീഡ് ഒക്കെ നല്ല ഡീൽ എടുക്കുന്നുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയായിരുന്നു. ഐ ഗോട്ട് ഇറ്റ് ആക്ച്വലി വിത്തിൻ 5 days or 5 or 6 days.
അത് ശരി. ഞാൻ ബുക്ക് ചെയ്ത് 5 ദിവസമോ 6-ാമത്തെ ദിവസം എനിക്ക് വണ്ടി അപ്പോൾ തന്നെ ഡെലിവറി ചെയ്ത് കിട്ടി. വണ്ടി ആക്ച്വലി ഐ വെൻ ഫോർ എ വൈറ്റ് കളർ. പിന്നെ ഞാൻ അത് മാറ്റിയതാണ്. ബ്ലാക്ക് കണ്ടപ്പോൾ ബ്ലാക്ക് കുറച്ചും കൂടെ നല്ലത് തോന്നിയിട്ട് അങ്ങനെ മാറ്റിയതാണ്. ഫാദറാണ് മാറ്റിയത്. ആക്ച്വലി ഹി വാണ്ടഡ് ടു ഗോ ഫോർ എ ബ്ലാക്ക് വൺ. സോ അപ്പോൾ അങ്ങനെ ബ്ലാക്കിലോട്ട് ബ്ലാക്ക് കണ്ടപ്പോൾ ബ്ലാക്കിന് പ്രത്യേക ഒരു ലുക്കാണ്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഇത് വാങ്ങി. അപ്പം ഇലക്ട്രിക് കാറിനെ കുറിച്ച് കുറേ തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ട്, കുറച്ച് കൂടുതൽ എക്സ്പെക്റ്റേഷൻ ആളുകൾക്കുണ്ട്. ഇപ്പം ബ്രോ ഇത്രയും നാൾ ഫോർച്യൂണേഴ്സും S60 ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക്കിലോട്ട് വന്നപ്പോൾ തോന്നിയ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ട്രിക്കിലോട്ട് വന്നപ്പോൾ തോന്നി വെച്ച് കഴിഞ്ഞാൽ പവർ ആൻഡ് ടോർക്ക്, നമ്മൾ ഓടിക്കുന്ന ഡ്രൈവിംഗ് ഫീൽഡ് ഭയങ്കര ഡിഫറെൻ്റാണ്. അത്രയും ടോർക്കോ ഇനീഷ്യലൊക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീസൽ കാർസിന് അല്ലെങ്കിൽ പെട്രോൾ കാർസിന് കിട്ടത്തില്ല അത്രയും ഇത്. പിന്നെ അല്ലാതെ ഇറ്റ്സ് വെരി സൈലൻറ്റ്. അകത്ത് നല്ല പ്ലസൻറ്റ് ഫീലാണ്. വൈബ്രേഷൻ അങ്ങനെയൊന്നും വരുന്നില്ല, ഒന്നുമില്ല. എൻജിൻ സൗണ്ടേ ഇല്ല. അതാണ് മെയിനായിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. ഓക്കെ. അപ്പം എനിക്ക് വീട്ടിൽ സോളാറുണ്ട്. സോ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഓടിക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ കുറച്ച് ബില്ലാവാൻ തുടങ്ങി. ബട്ട് ദിസ് ഈസ് എൻ 88 kW. അപ്പം അത്രയും എനിക്ക് കറണ്ട് ആവുന്നുണ്ട്. അത് വീട്ടിലെ എല്ലാം കൂടെ നോക്കിയിട്ടല്ലേ, അതോ മീൻസ് വീട്ടിലെ AC വർക്കിംഗ് ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ടാണ്. ഇത് ഓഫ് ഗ്രിഡാണ്. അപ്പം KCBക്ക് കൊടുക്കുന്നത്. എത്ര കിലോവാട്ടാണ് വെച്ചിരിക്കുന്നത്? ഇത് 10 kV വെച്ചേക്കുന്നത്. ഓക്കെ. സോ അങ്ങനെ വണ്ടി വന്നതിന് ശേഷം ചെറിയ ബില്ല് വരാൻ തുടങ്ങി. ബട്ട് എന്നാലും ഇറ്റ്സ് മച്ച് ബെറ്റർ ദാൻ ഡീസൽ അടിക്കുന്നതിലും മച്ച് ചീപ്പർ. എനിക്ക് കൂടുതൽ ഒരു 2 പാനലും കൂടി ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതും കട്ട് ഓഫ് ആവും. അത് സോർട്ട് ഔട്ട് ആവും അല്ലേ? ഓക്കെ. അപ്പം ചാർജിങ്ങിൻ്റെ കാര്യമാണ് ഇനി അടുത്ത് ചോദിക്കാനുള്ളത്. ഇവർ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് 500 പ്ലസ് 550 ആണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ബട്ട് അത്രയും റേഞ്ച് കിട്ടുന്നില്ല പ്രാക്ടിക്കലി. ബട്ട് ഐ എം ഗെറ്റിംഗ് മോർ ദാൻ 400, 450, 430 ഒക്കെ കിട്ടുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ സ്ലോ ത്രോട്ടിലല്ല, നോർമൽ യൂസിലേജിൽ കിട്ടുന്നുണ്ട്. ബട്ട് നമ്മൾ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് മേ ബി യു വിൽ ബി ഗെറ്റിംഗ് മച്ച് മോർ ബെറ്റർ റേഞ്ച്. 500 പ്ലസ് കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ കിട്ടാം അല്ലേ? ഞാൻ ആക്ച്വലി ഒരു പ്രാവശ്യം കൊടൈക്കനാലിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ഫസ്റ്റ് ലോങ് ഡ്രൈവ് പോയ കൊടയം തിരിച്ചു വന്നപ്പം ഐ ലെഫ്റ്റ് ദെയർ അറ്റ് 98%. വീട്ടിൽ വന്നപ്പോൾ എനിക്ക് പിന്നെ 52% ഉണ്ടായിരുന്നു ചാർജ് ബാലൻസ്. അത്ര ഓടിച്ചു വന്നിട്ടും ദാറ്റ് വാസ് അറൌണ്ട് ഐ തിങ്ക് 230 or 2 സംതിങ് ലൈക്ക് ദാറ്റ്, 280 kilometers. പക്ഷെ ഞാൻ ഈ താഴെ ഈ മല ഇറങ്ങുമ്പോഴത്തേക്കും കാർ വാസ് ആക്ച്വലി ഗെറ്റിംഗ് ചാർജ്. ഈ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന്റെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എനിക്ക് ചാർജ് കൺസ്യൂം ആവുന്നില്ലായിരുന്നു. 3-4% കൂടി. അങ്ങനെ നിന്ന് ഫുൾ ഇറക്കം ഇറങ്ങിയപ്പോൾ എനിക്ക് ചാർജ് ജനറേറ്റ് ചെയ്തുള്ളൂ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി കിലോമീറ്റേഴ്സ് മാറി കിട്ടി. പിന്നെ സ്ട്രെച്ച് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം ക്രൂസ് ചെയ്ത് എത്രയിലാണ് ക്രൂസ് ചെയ്തിരുന്നത്? മീൻസ് 100 kilometers എത്ര സ്പീഡിലായിരുന്നു? ഫുള്ള് ഇതില്ലേ ഹെയർ പിൻസ് അല്ല, മീൻസ് ആഫ്റ്റർ ദാറ്റ് ഈ കമ്പം തേനി റൂട്ടിലൊക്കെ കമ്പം ഞാൻ 160, 170 പോയിട്ടുണ്ട്. 170 ക്രൂസ് ചെയ്തിട്ടും ഇത്രയും പെർസെന്റേജ് ബാക്കി വന്നല്ലേ? അത് ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി, ജസ്റ്റ് അതിന്റെ പവർ അറിയാൻ വേണ്ടി ചെയ്താ. അത് കൂടുതൽ 4 ലൈൻ അല്ലല്ലോ, സ്റ്റിൽ 2 ലൈൻ റോഡാണ്, സ്ട്രൈറ്റ് റോഡാണ്. അങ്ങനെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയം എന്ന് വെച്ചാൽ ഇലക്ട്രിക് കാർ എടുത്താൽ ലോങ് ഡ്രൈവ്സ് പോകാനുള്ള പ്രശ്നങ്ങളാണ് ആൾക്കാർ പറയുന്നത്. അപ്പം റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോങ് ഡ്രൈവ് പോകുന്നതിന് എന്തെങ്കിലും എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഈവൻ ഇവിടെ ഞാൻ കുടയിൽ പോയപ്പോഴും കേരളത്തിൽ കമ്പാരിറ്റീവ്ലി തമിഴ്നാടൊക്കെ വെച്ച് ഇഷ്ടംപോലെ EV സ്റ്റേഷൻസ് ഉണ്ട്. ഈവൻ KSCBയുടെ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ കേരള ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത EV സ്റ്റേഷൻ കൊടൈക്കനാലിലുണ്ടായിരുന്നു. കമ്പം തേനി ഇവിടെ എങ്ങും ഇല്ലായിരുന്നു. കാറിന്റെ ഈ ചാർജിങ് സ്റ്റേഷൻസിലും എങ്ങും ഇല്ല. ഞാൻ എല്ലാം നോക്കി. ബട്ട് നേരെ കൊടയിൽ ചെന്നിട്ടാണ് അവിടെ എനിക്ക് തോന്നുന്നത് കൊടൈ ഇന്റർനാഷണൽ ഹോട്ടലിൽ പിന്നെ വേറെ ഒരെണ്ണമുണ്ട്. ഈ 2 സ്ഥലത്തുണ്ട്. അവിടെ ചെന്നിട്ടാണ് പിന്നെ ചാർജ് ചെയ്തത്. അത് ശരി. പിന്നെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. നോക്കിക്കഴിഞ്ഞാലും എറണാകുളത്താണെങ്കിലും കോട്ടയത്താണെങ്കിലും എല്ലായിടത്തും ഇഷ്ടംപോലെ EV സ്റ്റേഷൻ ഉണ്ട്. കേരള ബോർഡർ ക്രോസ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നും കണ്ടില്ല. ഈവൻ മൂന്നാർ വരെ ഉണ്ടായിരുന്നു. അപ്പം എല്ലായിടത്തും ഉണ്ട്, കോമൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷൻ കിട്ടി. അപ്പം പുറത്ത് അല്ലാതെ ചാർജ് ചെയ്യാറുണ്ടോ? ഇവിടെ ഇല്ലല്ലോ. പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലുള്ള സമയത്ത് ഇല്ല, ഞാൻ ചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇങ്ങനെ ഈ ലോങ് ഡ്രൈവ് പോയപ്പോഴാണ് ചാർജ് ചെയ്തിട്ടുള്ളത്, അല്ല ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ പുറത്ത് ചാർജ് ചെയ്യുമ്പോഴത്തെ ടൈം ചോദിക്കാനായിരുന്നു. വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ എത്ര ടൈമാണ് എടുക്കാറുള്ളത്? വീട്ടിൽ നമ്മുടെ EV ചാർജ് എനിക്ക് തോന്നുന്നത് 11 kilowatt ആണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഒരു ഫുൾ ചാർജ് ചെയ്യുമ്പോൾ വരുമ്പോൾ ഒരു 7 hours എടുത്ത് വരും. അപ്പോൾ ഒരു 20% 11 ആണോ 13 ആണോ ഡൗട്ട് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഒരു 20% ചാർജ് ചെയ്യാൻ തുടങ്ങിയ 100 ആകാൻ ഞാനൊരു ആക്ച്വലി ഒരു 5 hours ഫുൾ ചാർജ് ആവും.
5.5. നമ്മൾ വണ്ടി വെക്കുമ്പോഴേ എന്നാലും ഒരു 30% ചാർജ് കാണും. ഓക്കെ. അപ്പോൾ എത്ര വരെ ചാർജ് എത്തിക്കാറുണ്ട് പൊതുവേ? ഞാൻ 100 വരെ ചെയ്യാറുണ്ട്. അല്ല, മീൻസ് താഴോട്ട് എത്ര വരെ കൊണ്ടുവരാറുണ്ട്? ഞാൻ ഒരു 25-22 വരെ കൊണ്ടുപോകാറുള്ളത്. ആ റേഞ്ചിലാണ് നോർമലി ചാർജ് ചെയ്യാറുള്ളത്. അപ്പോൾ 20 to 100 എത്താൻ വേണ്ടത് ഈ ഒരു 5 hours ആണ്. 5 hours, 4.5 hours ചാർജ്. അന്ന് കൊടൈക്കനാലിൽ ചെയ്തപ്പോഴോ? കൊടൈക്കനാൽ ചെയ്തപ്പം ഫാസ്റ്റ് ചാർജർ ആയിരുന്നു, അതുകൊണ്ട് 50 കിലോവാട്ടിൻ്റെ ചാർജർ ആയിരുന്നു. അപ്പം 50 കിലോവാട്ടിൻ്റെ ചാർജർ ഇറ്റ് വിൽ ടേക്ക് 0 to 100 ആണെങ്കിലും ഒരു 1.5 മണിക്കൂർ എടുക്കുള്ളൂ. പക്ഷെ നമ്മൾ ചാർജ് ചെയ്യപ്പോൾ 1 hour ഞാൻ ചെയ്തുള്ളൂ. ജസ്റ്റ് അവിടെ പോയി ഫുഡ് കഴിച്ചു വന്നപ്പോഴത്തേക്കും ചാർജ് ആയിരുന്നു. ബാലൻസ് കിടപ്പുണ്ടായിരുന്നല്ലോ. അപ്പം നാട്ടിൽ ഇവിടെ ഫാസ്റ്റ് ചാർജിങ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല? ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം കുട്ടിക്കാനം പോയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ 50 കിലോ ഈ ഒരു ടൈമാണ് എടുക്കുന്നത്. അതിനൊക്കെ എത്ര കോസ്റ്റ് ആയി? അതിന് എനിക്ക് തോന്നുന്നൊരു 1,500-1,600 അത്രയാണ്. ഓക്കെ, അത്രയും കിലോ വാട്ട്. അത് കാരണം 88 കിലോ വാട്ട് ബാറ്ററിയാണ്. ടാറ്റ നെക്സോൺ ഒക്കെ 30 കിലോ വാട്ട് അത്രേ ഉള്ളൂ. പക്ഷെ വീട്ടിലാണെങ്കിൽ 880 റുപ്പീസ് ആവുള്ളൂ. എന്ന് വെച്ചാൽ മാക്സിമം പോകുന്നത് 10 കിലോ വാട്ട് പെർ യൂണിറ്റാണ്. അപ്പോൾ 88 കിലോ വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 88 × 880. ഒരു റീചാർജിന് അത്രയും ആണ്. ഫുൾ റീചാർജിന്. പിന്നെ സോളാർ ഉള്ളതുകൊണ്ട് അത് ആവുന്നില്ല. ഓക്കെ. പിന്നെ ഒരു സെഡാൻ വോൾവോ യൂസ് ചെയ്തിട്ട് SUV വോൾവോയിലേക്ക് വന്നു. അതിൻ്റെ ഒരു കംഫർട്ട് വ്യത്യാസം എങ്ങനെ തോന്നിയിട്ടുണ്ട്? അല്ലാതെ ഇതിൻ്റെ യാത്രാസുഖം എങ്ങനെയുണ്ട്? എനിക്കൊന്ന് അതിലും മച്ച് ബെറ്റർ ആണ്. ഈവൻ റൈഡ് ക്വാളിറ്റി ആണെങ്കിലും. പിന്നെ അതിൻ്റെ ഒരു മേജർ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഹമ്പൊക്കെ വരുമ്പോൾ എപ്പോഴും അടി തട്ടുകയാണ്. ഈവൻ അതിൻ്റെ ഫ്യൂൽ ടാങ്ക് വരെ ലീക്ക് ആയിട്ടുണ്ട്, അടി തട്ടിയിട്ട്. ഇതിന് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. പിന്നെ റൈഡ് ക്വാളിറ്റി ആണല്ലോ ഇറ്റ്സ് മച്ച് ബെറ്റർ. പിന്നെ ബാക്കിൽ ഇച്ചിരി ലെഗ് സ്പേസിന് മാത്രമേ ചെറിയൊരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ബാക്കിയെല്ലാം ഇറ്റ്സ് മച്ച് ബെറ്റർ. ഫോർച്യൂണർ എങ്ങനെ ഉണ്ടായിരുന്നു? ഫോർച്യൂണർ നല്ല വണ്ടിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഇച്ചിരി ബമ്പി റൈഡായിരുന്നു, ബട്ട് ആ വണ്ടി ഒരു മച്ച് വർത്ത് നല്ല വണ്ടിയായിരുന്നു. ഇച്ചിരി ഒറ്റ പ്രശ്നമായിരുന്നു അതിൻ്റെ മൈലേജ് ഇഷ്യൂസ്. എനിക്ക് 6-7 ഒക്കെ ഫോർച്യൂണർ മൈലേജ് കിട്ടുന്നു. അത് മറ്റേ 4-wheel ഡ്രൈവ്. ഓക്കെ, 4-wheel ആയിരുന്നു. ഓക്കെ, വേറൊരു 4-wheel ഇവിടെ കിടക്കുന്നു, മഹീന്ദ്ര താർ ഇവിടെ കിടക്കുന്നു. അത് യൂസ് ചെയ്യാറുണ്ട്. ഫോർച്യൂണർ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇത് എടുത്തത്. 4-wheel വേണമെന്ന് പറഞ്ഞത്, അങ്ങനെയാണ് ഞാൻ താർ എടുത്തത്. ഓക്കെ. അപ്പം ഇതിൻ്റെ കംഫർട്ട് ഓക്കെ ആണ്, മച്ച് ബെറ്റർ ദാൻ ദാറ്റ് സെഡാൻ വോൾവോ, റൈറ്റ്? ഓക്കെ. അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചാലോ? ഓക്കെ. സോ നമ്മൾ XC40 റീചാർജിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വന്നിരിക്കുന്നു. എന്താണ് ഇൻറ്റീരിയറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ? മീൻസ് എന്തൊക്കെ ഫീച്ചേഴ്സ് അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു? ഇൻറ്റീരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഡ്രൈവിംഗ് ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് ഓഫ് റോഡ് മോഡുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ തന്നെ ഒരു മാപ്പ് കൺസോളുണ്ട്. ഈ കൺസോളിൽ തന്നെ ഫുൾ മാപ്സ് കാണാം. ഓക്കെ. പിന്നെ ഇൻബിൽറ്റ് ഇൻ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്, ലൈക്ക് യു ഹാവ് യൂട്യൂബ് ഉണ്ട്, സ്പോട്ടിഫൈ ഉണ്ട്. പിന്നെ നമുക്ക് ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് എന്ത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന മീൻസ് വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ വാച്ച് ഇറ്റ്. ബട്ട് ഡ്രൈവിംഗ് സമയത്ത് ഒന്നും വർക്ക് ആവില്ല, അതർ ദാൻ സ്പോട്ടിഫൈ അല്ലെങ്കിൽ യൂട്യൂബ് മ്യൂസിക് മാത്രമേ വർക്ക് ആവുള്ളൂ. പിന്നെ നമുക്ക് ഇൻബിൽറ്റ് വോയിസ് റെക്കഗ്നീഷൻ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ വേണ്ടി എടുത്ത്. ഫോർ എക്സാമ്പിൾ, ഹേയ് ഗൂഗിൾ നാവിഗേറ്റ് ടു കോട്ടയം. ക്വിക്കാണ്. അത് മാത്രമല്ല ഇത് കാണിക്കും ഓൺ അറൈവൽ. ഇപ്പം ഞാൻ 85% ചാർജ് ഓൺ അറൈവൽ. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കോട്ടയം ചെല്ലുമ്പോൾ 85% ചാർജ് കാണും വണ്ടിക്കകത്ത്. അത് ഏകദേശം ആക്യുറേറ്റ്. ഞാൻ നോക്കിയെടുത്ത് അത്രേ ഉള്ളൂ. അപ്പം 85% ചാർജ്. ഈവൻ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് നാവിഗേറ്റ് ടു ബോംബെയോ എന്തെങ്കിലും പറയുവാണെങ്കിൽ അത് തന്നെ ഡിറ്റക്ട് ചെയ്യും ഓൺ ദ വേ എവിടെ ചാർജിങ് സ്റ്റേഷൻസ് ഉള്ളത്, അവിടെ നിർത്തി സ്റ്റോപ്പ് ചെയ്താൽ പോകാൻ പറ്റുള്ളൂ. ഇത് തന്നെ വണ്ടി തന്നെ പറയും. ഇപ്പം സോ ഹേ ഗൂഗിൾ നാവിഗേറ്റ് ടു ചെന്നൈ. താഴെ വേറൊരാൾ കേട്ട് നിൽക്കുന്നു. ഓക്കെ. സോ ചാർജിങ് നീഡഡ് -87% ഓൺ അറൈവൽ എല്ലാം കാണിക്കും. അതിനകത്ത് ചാർജിങ് സ്റ്റേഷൻസും കാണിക്കും. ഇത് ഇവിടെ എൻഡ് ഓഫ് ബാറ്ററി റേഞ്ച്, അതായത് ഏകദേശം അവിടെ എത്തുമ്പോഴാണ് ബാറ്ററി ചാർജിങ് സ്റ്റേഷൻസ് ഓൺ ദ വേ. അപ്പോൾ ഇത്രയും ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടെന്ന് കാണിക്കും പോകുന്ന വഴിക്ക്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം 1 2 3 4 5 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അക്കോർഡിംഗ്ലി നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മളൊരു യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് ഇതിന് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല, വണ്ടി തന്നെ പ്ലാൻ ചെയ്യും. മാത്രമല്ല ഇവരുടെ ഒരു പ്ലഗ് ഷെയർ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്.
സോ ഈ ആപ്പിൽ നമ്മൾ ആക്ച്വലി നിയർ ബൈ സ്റ്റേഷൻസും എല്ലാം കാണിക്കും ഇതിനകത്ത്. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള നിയറസ്റ്റ് ചാർജിങ് സ്റ്റേഷനാണ് കാണിക്കുന്നത് 9.5 കിലോമീറ്റേഴ്സ്. 30 kW ആണ് അതിൻ്റെ ചാർജിങ് ഉള്ളത്, 30 kWh. അപ്പോൾ ഇതുവരെ അത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ലാത്തത് കൊണ്ട് അറിയത്തില്ലായിരിക്കുമല്ലോ ചാർജിങ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊന്നും? ഇല്ല, ഞാൻ കൊടൈക്കനാൽ പോയായിരുന്നു ലോങ് ഡ്രൈവ്, ആ സമയത്ത് യൂസ് ചെയ്തായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം കുട്ടിക്കാനം ചെന്നപ്പോൾ അവിടെ യൂസ് ചെയ്തു. അതും ഇവർ പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് ആയിരുന്നു. എനിക്ക് ഒരു ഡിഫിക്കൽട്ടീസും വന്നില്ല. ജസ്റ്റ് ഗൂഗിൾ പേ വഴി തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്തു. റീചാർജ് ചെയ്തു. പിന്നെ ഇതിനകത്ത് എയർ ക്വാളിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇപ്പോൾ കാറിനകത്ത് എയർ ക്വാളിറ്റി നല്ല കാണിക്കുന്നുണ്ട്. ഔട്ട്സൈഡ് എയർ ക്വാളിറ്റി എങ്ങനെയുള്ള എല്ലാം ഫുൾ പ്യൂരിഫൈ ചെയ്താണ് അകത്തത്തെ ഒരു എയർ ക്വാളിറ്റി അത് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയും എല്ലാം നല്ലതാണ്. ഇല്ല, അങ്ങനത്തെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ യൂട്യൂബ് എടുത്താലോ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഒരു പ്രശ്നം വരുന്നില്ല. പ്രൊവൈഡഡ് കാർ ഇസ് ഇൻ പാർക്ക്. ഇതിനകത്ത് തന്നെ ഇൻബിൽട്ട് സിം കാർഡ് തന്നെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ 5 years ആണ് പറഞ്ഞേക്കുന്നത്. 5 years പാക്കേജ് ഓൾറെഡി ഉണ്ട്. 5 വർഷം നമുക്ക് റീചാർജ് ചെയ്യേണ്ടിയോ അതിന്റെ പാക്കേജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല സ്പീഡും കാണും. അത്യാവശ്യം സ്പീഡും ഉണ്ട്. ആൻഡ് മ്യൂസിക് കേട്ടപ്പോൾ ചോദിക്കുകയാണ് ഓഡിയോ ക്വാളിറ്റി ഹർമൻ കാർഡ് ഓഡിയോ ക്വാളിറ്റി ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. ഹർമൻ കാർഡിന്റെ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റിയാണ്. പിന്നെ അല്ലാതെ 360 ഡിഗ്രി ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? 360 ഡിഗ്രി സോ ഇതാണ് 360 ഡിഗ്രി. അപ്പം ഈ ഒരു നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ ക്യാമറ മാത്രമായിട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ 360 ആക്കി റിവേഴ്സ് ക്യാമറ എടുക്കണമെങ്കിൽ റിവേഴ്സ് ക്യാമറ നല്ല ക്വാളിറ്റിയുള്ള ക്യാംസ് ആണ് എന്തായാലും. എല്ലാം സൈഡിലും എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് വന്നിരിക്കുന്നു. പിന്നെ ഓട്ടോ ബ്രേക്സ് ഒക്കെ ഉണ്ട്. വണ്ടിക്ക് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട്. നമുക്ക് ഓട്ടോ ബ്രേക്സ് ഓഫ് ആക്കാം. സ്വിച്ചബിൾ ആണ്. ഓട്ടോമാറ്റിക്കലി ഓൺ ആണ്. ഇപ്പം ചിലപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പം എവിടെയെങ്കിലും ഹോട്ടലിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് ആണല്ലോ, അവർ ചിലപ്പോൾ പുറകിലോട്ട് വണ്ടി നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ ചെയ്താൽ വണ്ടി ചിലപ്പോൾ തന്നെ സഡൻലി പുള്ളി ഡിറ്റക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഷോക്കായി പോകും. പറ്റിയ ഭയങ്കര ഒരു സഡൻ ബ്രേക്കിംഗ് ആണ്. ഓൺ ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വന്ന് ഓഫ് ചെയ്ത് വെക്കും, ടേൺ ഓഫ് ചെയ്ത് വെക്കും, ഓരോ പ്രാവശ്യം ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് വണ്ടി ഒന്ന് ഓഫ് ആക്കി ഓൺ ആക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് പിന്നെ ഓൺ ആവും. അതുപോലെ പാർക്കിംഗ് സെൻസേഴ്സും വേണം ഓഫ് ആക്കാം. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, ഫുൾ ഓൾ സൈഡ് പാർക്കിംഗ് സെൻസർ. പിന്നെ ADAS ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ADAS ഫീച്ചേഴ്സ് ഉണ്ട്. ലൈൻ കീപ്പ് അസിസ്റ്റ് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഇതിന്റെ നമ്മുടെ റോഡ്സിൽ ഈ ലൈൻസിനെ ഡിറ്റക്ട് ചെയ്താണ് ഈ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹൈവേയിലൊക്കെ പോയപ്പോൾ എനിക്ക് നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്കിംഗ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എല്ലാം കറക്റ്റ് ആയിട്ട് സെൻസ് ചെയ്ത് നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്ത് ആ കറക്റ്റ് ഇത്രയും ഡിസ്റ്റൻസ് ഫ്രണ്ടിലുള്ള വണ്ടി തന്നെ സ്റ്റോപ്പ് ചെയ്യും. അവർ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ തന്നെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അത് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് അതിന്റെ കാര്യത്തിലൊക്കെ സേഫ്റ്റി വൈസ് വോൾവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റെപ്യൂട്ടഡ് ഒരു ബ്രാൻഡ് ആണല്ലോ. അതെ. ഓക്കെ, സേഫ്റ്റി വൈസ് അല്ലാതെ യൂട്ടിലിറ്റി വൈസ് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഇതിന്റെ സ്റ്റോറേജ് സ്പേസുകൾ അല്ലെങ്കിൽ ബാക്കി അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? സ്റ്റോറേജ് സ്പേസസ് എല്ലാം ഉണ്ട് അത്യാവശ്യം. ഇറ്റ്സ് ക്വൈറ്റ് കംഫർട്ടബിൾ. ജസ്റ്റ് ബാക്കിലെ ലെഗ് സ്പേസിൽ മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയത്. ഓക്കെ, ഇങ്ങനെയാണ് സീറ്റ്സ് വന്നിരിക്കുന്നത്. ബാക്കിലിരിക്കുന്നവർ കുറച്ച് കാല് അപ്രൈറ്റ് പൊസിഷനിൽ വെക്കേണ്ടി വരും. ബാക്കിൽ ആക്ച്വലി 4 പേർക്കാണ് കംഫർട്ടബിൾ. സെൻട്രൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇവിടുത്തെ സെൻട്രൽ പാനൽ വരുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാം. അപ്പം 4 പേരിരുന്ന് യാത്ര ചെയ്യാൻ കംഫർട്ടബിൾ. കുട്ടികൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഇരിക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ 5 പേര് ഇരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ടോട്ടലി 5 അഡൽട്സ് ചെയ്തിട്ടുണ്ട്. സെൻട്രലിൽ ഇരിക്കുന്ന ആൾക്ക് ഈ കാല് ഈ ഒരു ഇത് വരുന്നുണ്ട്, കാലിന് ഒരു ഇതുള്ളൂ, അൺകംഫോർട്ട് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ സൺറൂഫ് പാനറോമിക് സൺറൂഫ് ആണ്. ഓക്കെ, ടച്ച് ആണല്ലേ? ഫെദർ ടച്ച് ആണ്. ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, സ്ലൈഡ് ചെയ്താൽ മതി. 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ ആവും. ഓക്കെ, ഇതൊക്കെ കുട്ടികളുമായിട്ട് പോകുമ്പം തുറന്നിട്ട് പോകാൻ അവർക്കൊരു ഫണ്ണായിരിക്കും. തീർച്ചയായിട്ടും. ഇനിച്ച് നിർത്തരുത് എന്നുള്ളതേ ഉള്ളൂ അല്ലേ? പിന്നെ സൺറൂഫ് നല്ല പാനറോമിക്. എങ്ങനെയുണ്ട്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടോ അകത്തോട്ട്? ചൂട് മീൻസ് വണ്ടി തന്നെ ഒരു ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഒരു ഹീറ്റ് അബ്സോർപ്ഷൻ എന്നായാലും നാച്ചുറലി ഉണ്ട്. പക്ഷേ ഈ ഷെയ്ഡൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എഫക്റ്റീവ് ആണ്. മീൻസ് നല്ല വെയിലുള്ളിടത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഉള്ളിലോട്ട്
ഇപ്പം എനിക്ക് നേരത്തെ ഇപ്പം എവിടെയെങ്കിലും വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാണെങ്കിൽ ഈ ഫോണിൽ കൂടെ തന്നെ വണ്ടി നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് AC ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോണിൽ തന്നെ വോൾവോ ആപ്പ് ഉണ്ട്, അതിനകത്ത് എന്നിട്ട് AC ഓൺ ആക്കി എനിക്ക് നേരത്തെ ഇട്ട് ചെല്ലുമ്പോഴത്തേക്കും കൂളായിരിക്കുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ ഫോണിൽ ഫുൾ ലൊക്കേഷനും കാണാൻ, വണ്ടി എവിടെയാ, എന്ത് സ്പീഡിലാണ് പോകുന്നത്, എല്ലാം GPS ഫീച്ചേഴ്സ് എല്ലാം വന്നിരിക്കുന്നു. പിന്നെ മറ്റേ പോലെ ഫ്യൂവലിന്റെ പേടി ഇല്ലാത്തത് കൊണ്ട് നേരത്തെ അങ്ങ് ഓണാക്കി ഇട്ടേക്കാം, വണ്ടി കയറുമ്പോൾ കൂളായിട്ടിരുന്നോളൂല്ലോ അല്ലേ. ഓക്കെ. പിന്നെ ഇവിടെ വരുന്ന SOS ഫംഗ്ഷൻ ഉണ്ട്. എന്തെങ്കിലും എമർജൻസി ഹെൽപ്പ് വേണമെങ്കിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കോൾ ആവും. അപ്പൊ നമുക്ക് തന്നെ ജസ്റ്റ് ഇതിനകത്ത് തന്നെ മൈക്സ് എല്ലാം ഉണ്ട്, നമുക്ക് തന്നെ സംസാരിക്കാം. അവർ റെസ്പോണ്ട് ചെയ്യുമോ പെട്ടെന്ന് തന്നെ? ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്യേണ്ട വന്നിട്ടില്ല, പക്ഷേ ഇൻ കേസ് ഓഫ് എമർജൻസി ആണ്. ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നെ അല്ലാതെ സർവീസിനെ പറ്റി എങ്ങനെയുണ്ട് വോൾവോയുടെ സർവീസിന്? ഇലക്ട്രിക്കലിൽ ഇപ്പം വലിയ മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നില്ല. എനിക്ക് നേരത്തെ ഉള്ള വോൾവോയ്ക്ക് നല്ല എമൗണ്ട് വരുന്നുണ്ടായിരുന്നു മെയിൻ്റനൻസ് ആയിട്ട്. അതിന് എത്ര വരുന്നുണ്ടായിരുന്നു S60ക്ക് മെയിൻ്റനൻസ് കോസ്റ്റ്? ഒരു നോർമൽ സർവീസിന് എത്ര വരുന്നുണ്ടായിരുന്നു? ഡിപ്പെൻഡ്സ്. നമ്മളിപ്പം ബ്രേക്ക് പാഡ്സ് ഒക്കെ മാറ്റുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നല്ല കോസ്റ്റ് വരുന്നുള്ളൂ. 50 എബോവ് ആയിരുന്നു. ഞാൻ 80,000 സർവീസ് ചെയ്തപ്പോൾ എനിക്ക് 1 lakh മുകളിലായിരുന്നു അത്രയും. പക്ഷെ അതൊരു മേജർ സർവീസ് ആയിരുന്നു. അപ്പോൾ എഞ്ചിൻ്റെ ടൈമിംഗ് ബെൽറ്റും ഒക്കെ മാറ്റണമായിരുന്നു. അതുകൊണ്ട് അതിനെനിക്ക് ഏറ്റവും കൂടുതൽ 1 lakh സംതിങ് ആയിരുന്നു. നോർമലി എത്ര ആകാറുള്ളത്? നോർമലി 10-15 ചെയ്യുമ്പോഴത്തേക്കും ഒരു 12,000-13,000 എന്തായാലും only service. നോർമൽ പാർട്സ് ഒക്കെ വരുവാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി മച്ച് മോർ എക്സ്പെൻസീവ്. ജസ്റ്റ് ചെക്കപ്പ് ആൻഡ് ഓയിൽ ചേഞ്ച് മാത്രമാണ് ഇപ്പോൾ ഒരു 12,000 ആ ഒരു റേഞ്ച് വരുന്നത്. പിന്നെ എല്ലാ എക്സ്പെൻസീവ്, ഈവൻ വൈപ്പർ ബ്ലേഡ്സ് ആണല്ലോ എനിക്ക് തോന്നുന്നുണ്ട് ഒരു വൈപ്പർ ബ്ലേഡിന് 3,000, 2 മാറ്റുമ്പോൾ തന്നെ 6,000. അങ്ങനെയുള്ള ഓരോ പാർട്സിന്റെ എക്സ്പെൻസ് വരുന്നത്. എത്ര കിലോമീറ്റർ യൂസ് ചെയ്തായിരുന്നത്? 96,000 കിലോമീറ്റേഴ്സിലാണ്. അത്രയും യൂസ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ ഈ വണ്ടിക്കാണ് സർവീസിന് അവർ പറയുന്നത് ഫസ്റ്റ് സർവീസ് 30,000 കിലോമീറ്റർ, 30,000 കിലോമീറ്റർ അതുവരെ കൊണ്ടുപോകണ്ട, ഒന്നും ചെയ്യണ്ട. 30,000 കിലോമീറ്ററാണ് ഫസ്റ്റ് സർവീസ്. പിന്നെ ഇതിനകത്ത് എഞ്ചിൻ ഓയിലോ ചേഞ്ചിങ്ങോ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ബ്രേക്ക് പാഡ്സ് ആണ് അഡീഷണലി വരുന്നത്. വേറെ ഇതിനകത്ത് കോസ്റ്റ് ഒന്നും വരുന്നില്ല. പിന്നെ ബാറ്ററീസിന് 8 years റിപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് ഓൾറെഡി ബാറ്ററിക്ക്. അപ്പം 8 year ബാറ്ററിക്ക് ഓൾറെഡി വാറണ്ടി ഉള്ളതുകൊണ്ട് കാര്യത്തിനെ പറ്റി നോക്കണ്ട. അപ്പം 30,000 ആകുമ്പോൾ ഇനിയും കൊണ്ടു ചെന്നാൽ മതി. 30,000 ആകുമ്പോൾ കൊണ്ടു ചെന്നാൽ മതി. ഓക്കെ. അപ്പോൾ അതിനുള്ള കോസ്റ്റും ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ. ബ്രേക്ക് പാഡ്സ് മാറ്റുന്നതിന്റെ വല്ല കോസ്റ്റ് ആവുള്ളായിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ. നല്ലത് ചെക്കപ്സ് വല്ലതും ചെയ്തായിരുന്നോ? ഇല്ല, ചെക്കപ്സ് ഒന്നും ഇല്ല. വണ്ടി വാങ്ങിയ പിന്നെ അടുത്ത് 30,000 കയറ്റിയാൽ മതി. അതുവരെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു പരിപാടിയാണല്ലേ. മറ്റേ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അലൈൻമെന്റ് നമുക്ക് പുറത്തുനിന്ന് ചെയ്യാം. അലൈൻമെന്റ് പിന്നെ കാരണം ഇത് ഓൾ വീൽ ഡ്രൈവ് വണ്ടിയാണ്, 2 wheel അല്ല. സോ അലൈൻമെന്റ് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ടയർ ചിലപ്പം വേഗം തീരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ. പിന്നെ AC കൂളിംഗ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോകുന്നു. ഓക്കെ. നമുക്ക് ചെറിയൊരു ഡ്രൈവ് ചെയ്ത് ഇതിന്റെ ഇനിഷ്യൽ പിക്കപ്പ് ഒക്കെ ഒന്ന് കാണിക്കാം. മനോഹരമായ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആരുടെ പരിപാടിയാണ്? അമ്മയുടെ പരിപാടി. ഇതിന്റെ ഡ്രൈവിങ്ങിന്റെ ആ ഒരു ഫീലാണ് ഇതിനകത്ത് ഭയങ്കര ഫീലിംഗ് ആണ്. എന്ന് വെച്ചാൽ 0 to 100 4.8 seconds വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ ഷൂ എന്ന് പറഞ്ഞു. എന്റെ എക്സ്പ്രഷൻ ഞാൻ നിങ്ങളെ കാണിച്ചില്ല. അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഫീൽ. നമ്മൾ ബാക്കിലിരിക്കുക, നമ്മൾ ഇങ്ങനെ ബാക്കിലോട്ട് നമ്മൾ തന്നെ. ഇത്രയും പിക്കപ്പ് വേറൊരു വണ്ടിയിലും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഇലക്ട്രിക് വണ്ടി ഞാൻ ഇവിടെ നോക്കിയിട്ട് അത്ര പവറുള്ള വണ്ടി ഇല്ല വേറെ. ഇല്ല, മറ്റേ BMW iX പോലും ഇല്ല. മീൻസ് ആ ഒരു കാറ്റഗറിയിലോട്ട് പോയി കഴിഞ്ഞാൽ അത് കുറെ കൂടെ ലക്ഷറിയിൽ ഫോക്കസ് ചെയ്തുള്ള കുറെ കാര്യങ്ങള് എന്നുള്ള ഫീൽ ആയിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പെർഫോമൻസ് ബേസ്ഡ് എനിക്ക് തോന്നുന്നു വോൾവോയുടെ അത്രയും പെർഫോമൻസ് ഉള്ള ഇലക്ട്രിക് ഒരു എതിരാളി ഉണ്ട്. സീല് വരുന്നു. പക്ഷേ ഈ വണ്ടിയാണല്ലോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിൻ മോട്ടോർ വണ്ടിയാണ്. സാറിന് ഇലക്ട്രിക് വണ്ടിയില്ല, സിംഗിൾ മോട്ടറാണ്. അപ്പോൾ ഇതിനകത്ത് 2 മോട്ടോഴ്സ് ഉണ്ട്. രണ്ടും ഏതാണ്ട് 204 bhp ആണ് ഒരു മോട്ടോർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 408 bhp പവറായി. പിന്നെ മോർ ദാൻ 600 Nm ഓഫ് ടോക്ക്. സോ ഭയങ്കര ഒരു ഫീലാണ്, പവർ ഫീലാണ് വണ്ടി ഓടിക്കുമ്പോൾ. ബ്രേക്കിംഗ് എല്ലാം നല്ല പക്ക അടിപൊളി. ആ ഒരു ഇനിഷ്യൽ ത്രോട്ടിലെ പവറിനുള്ള ബ്രേക്കിംഗ് ഉണ്ട്. ഇവൻ ഓട്ടോ ബ്രേക്കിംഗ് ഉണ്ട് ഫ്രണ്ടിലെല്ലാം. എന്തെങ്കിലും ഒരു വണ്ടി തന്നെ എപ്പോഴും എനിക്ക് ചിലപ്പോൾ ഓട്ടോ ബ്രേക്ക് ചെയ്യും.
ഓക്കെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ലൈക്ക് ബൈക്ക് സെൻസ് ചെയ്യുക, ഇവന് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു ബൈക്ക് സ്ലോ ഡൗൺ വണ്ടി തന്നെ സ്ലോ ഡൗൺ ആവും. അഡാപ്റ്റീവ് യൂസ് ചെയ്യാത്ത സമയത്ത് ആവുമല്ലോ, അല്ലാത്ത സമയത്തും പാനിക് ബ്രേക്കിംഗ് ഇത് കാണുമല്ലോ. അല്ലാതെ ഓട്ടോ ബ്രേക്കിംഗ് ഓൾ ദ ടൈം 24 hours ഉണ്ട് എപ്പോഴും. ക്യാമറ ആൻഡ് റഡാർ ബേസ്ഡ് ഇതാണ് വന്നിരിക്കുന്നത്. രണ്ടും സെൻസ് ചെയ്ത് അതനുസരിച്ച് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ഒക്കെ ചെയ്തോളും. ഓക്കെ, എത്ര സ്പീഡിൽ പോകാനാണ് ഇതിൽ ക്രൂസ് ചെയ്യാനാണ് താല്പര്യം യൂഷ്വലി? ഇതിൽ ശരിക്കും സ്പീഡ് നമ്മൾ അറിയത്തില്ല. ഈവൻ നമ്മൾ 100+ പോയാലും വണ്ടി ആ സ്പീഡ് അറിയത്തില്ല ഇത്ര സ്പീഡിലാണ് പോകുന്നത്. ജസ്റ്റ് ആ ഇനീഷ്യൽ നമ്മൾ കൊടുക്കുന്ന ഇതിലേ വരുള്ളൂ. ഓക്കെ, കൂടിയിരുന്ന് യാത്ര എന്ന് പറയുമ്പോൾ അവരെന്ത് പറഞ്ഞു, വൈഫും ഫാമിലിയൊക്കെ എന്ത് പറയും? എല്ലാവരും ഹാപ്പിയാണ്. മീൻസ് ബോഡി റോളിങ്ങോ എന്തെങ്കിലും വലച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ത്രോട്ടിൽ ചെയ്തിട്ടാ. ഓൾറെഡി 100+. ഓക്കെ ഓക്കെ, നമ്മള് 75 വീൽ സ്പിൻ ചെയ്തതിന്റെ സൗണ്ടാണ് ഇപ്പൊ കേട്ടത്. സഡൻ ടോക്ക് കാരണം അത് 75 നമ്മൾ വീൽ സ്പിൻ ആയത് ഇപ്പോ. 120 വരെ പോയി. ഒന്നും പറയാനില്ല ഗൈസ്, ഞാൻ ഇത്രയും പവർ ഒരു വണ്ടിയിലും കണ്ടിട്ടില്ല. ഇനി വരുന്ന BYD സീൽ പെർഫോമൻസ് വേരിയന്റിൽ മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും ആയിരിക്കുമോ എന്നറിയില്ല, അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഇനി നമുക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് എങ്ങനെ ഉണ്ടാവുമെന്ന്. പിന്നെ ഇതിൻ്റെ മോഡ്സ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സാധാരണ വോൾവോ ഇറക്കുമ്പോൾ പവർ മോഡ്, എക്കോ മോഡ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ആക്സിലറേഷനെ സെൻസ് ചെയ്താണ് ചെയ്യുന്നത്. ഈ സഡൻ പവർ മോഡിൽ ഇരുന്നെങ്കിൽ സഡൻ ഒരു ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഇത് കിട്ടും. പതുക്കെ പോവാണെങ്കിൽ പതുക്കെ എക്കോ മോഡിലായിക്കോളും. ഓക്കെ, നമുക്ക് പവർ വേണമെന്ന് തോന്നുമ്പോൾ അത് മോഡ് സെലക്ട് ചെയ്യാനൊന്നും പോകില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സഡൻ നമ്മുടെ ത്രോട്ടിലാണ് അത് സെൻസ് ചെയ്യുന്നത്. നമ്മുടെ ആക്സിലറേറ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ചിരിക്കും മോഡിന്റെ. അതുപോലെ വണ്ടി കീ ഒന്നുമില്ല, മീൻസ് ഒരു പവർ ബട്ടൺ ഒന്നും ഇല്ല. നേരെ വണ്ടിയെ കയറുക, ഡ്രൈവ് ഇടുക, വണ്ടി പോവാ, ഓടിക്കുക. ആക്ച്വലി ഡ്രൈവിംഗ് സീറ്റിൽ ഡ്രൈവറിനെ സെൻസ് ചെയ്താ അതിന്റെ സീറ്റിൽ ആൾ വേണം, അതിലെ വണ്ടി മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് ട്രൈ നോക്കിയിട്ട് വരാം. സോ നമ്മളൊന്ന് ട്രൈ ചെയ്യുമ്പോഴാണ് XC40 റീചാർജിൻ്റെ ഒരു പവർ 408 HP പവർ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഇനിഷ്യലിൽ കിട്ടിയ ആ ഒരു പവറിൽ ഞാൻ സർപ്രൈസ്ഡ് ആയി. പക്ഷേ അതിലും എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരു 75 വീൽ സ്പിൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പക്ഷേ അത്രയൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. എനിക്ക് ഓൾ വീൽ ഡ്രൈവിൻ്റെ ഇത് വീലിയാവും തോന്നല്ലോ. നമ്മുടെ സഡൻ ടോക്ക്, നമ്മൾ ആക്സിലറേഷൻ ഫുൾ ഒരു ഇത് ചെയ്യുമ്പോൾ വണ്ടി തന്നെ സെൻസ് ചെയ്ത് ഫുൾ സ്പോട്ടിൽ പോകുന്നു. ഓക്കെ, ഇത് അതാ ഞാൻ പറഞ്ഞേ, മീൻസ് ആ ഒരു കയറ്റത്ത് നമ്മൾ അത്രയും ത്രോട്ടിൽ ചെയ്താൽ വീലി ആയി പോകും എന്നുള്ളൊരു ഫീല് തോന്നുന്നുണ്ട്. ഓക്കെ, 90 ആണ് ഇപ്പോൾ ആയത്. അതായത് എത്ര സെക്കൻഡ് വേണിട്ടു? ഒരു 2 seconds 3 seconds മതി. ഒരു 42 40. അതെ. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത് അതനുസരിച്ചുള്ള സ്പോർട്സ് മോഡ് ആക്ടിവേറ്റ് ആയിട്ടാണ് അത് ത്രോട്ടിൽ കയറുന്നത്. അല്ലാതെ നമ്മൾ മോഡ് സെലക്ട് ചെയ്യുന്ന വേണ്ട. നൈസിന് പോയാൽ മതിയെങ്കിൽ സ്ലോ ത്രോട്ടിൽ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ എക്കോ മോഡ് ആക്ടിവേറ്റഡ് ആയിരിക്കും. ചെറിയ വീൽ സ്പിനൊക്കെ ആയി. അപ്പോൾ U-ടേൺസ് എടുക്കുമ്പോൾ കുറച്ച് ഫണ്ണായിരിക്കുമല്ലോ. ഡ്രൈവിംഗ് കംഫോർട്ട്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഫീൽ ഈ വണ്ടിയിൽ ഭയങ്കരമാണ്. ഹൈവേ ഒക്കെ കിട്ടുവാണെങ്കിൽ അത്രയും ഒരു ഫീലിംഗ് നമ്മൾ വേറൊരു വണ്ടി ഓടിച്ചാലും ആ ഒരു ടോർക്ക് കിട്ടത്തില്ല. ഇവൻ ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ചുമ്മാ വിത്തിൻ സെക്കൻഡ്സ്. ഓക്കെ, സസ്പെൻഷൻ്റെ ഫീൽ എങ്ങനെയുണ്ട്? സസ്പെൻഷൻ ഒന്നും നല്ലല്ലേ? ഹൗ ഡു യു ഫീൽ ഇറ്റ് ഓടിച്ചിട്ട്? സംഭവമാണിത്. നമ്മൾ ജസ്റ്റ് ആക്സിലറേറ്റ് ചെയ്തൊന്ന് കാണിക്കുകയാണ്. എത്ര സെക്കൻഡിൽ ഇത് കയറുന്നു എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒരു 54-ലാണ് നിൽക്കുന്നത്. 54-ന്ന് 84 ആയത്, അതായത് 20 ആയത് 0.5 സെക്കൻഡ്സിലാണ് അല്ലേ?
അപ്പോൾ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഫസ്റ്റാണ്, ഇത്രയും ഇനിഷ്യൽ ത്രോട്ടിൽ കിട്ടുന്നത്. XC40 റീചാർജ് ആയിരിക്കും ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. മീൻസ് കൂടുതൽ XC40s നമ്മൾ റോഡിൽ കാണുന്നതിൻ്റെ ഒരു കാരണവും ഇത് തന്നെ ആയിരിക്കും ആണെന്ന് തോന്നുന്നല്ലേ. വേറെ ഓണേഴ്സുമായിട്ടൊക്കെ കോൺടാക്ട് ഉണ്ടോ XC40യുടെ? ഇല്ല, XC40യുടെ ആയിട്ടില്ല. ആക്ച്വലി ഇതിൻ്റെ തന്നെ വേറെ ഒരു കൂപ്പയുണ്ട്, C40 എന്ന് പറയുന്നത്. എക്സാക്ട്ലി സെയിം, ബാക്കിൽ മാത്രം ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. ബാക്കി എഞ്ചിനും എല്ലാം റീസെന്റ് ലോഞ്ച് ആയ ഇതിന്റെ തന്നെ കൂപ്പേ മോഡലാണ്. കുറച്ചുകൂടെ റിയർ ഡിസൈൻ കുറച്ചുകൂടെ സ്ലിം ആൻഡ് സ്റ്റീക്ക് ആക്കി നല്ലൊരു മോഡലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഡ്രൈവ് എക്സ്പീരിയൻസിൽ പറയാനുള്ളത്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? വേറെ ഇതിലിപ്പം ഫീച്ചേഴ്സ് ആയിട്ട് വരുവാണെങ്കിൽ ഇപ്പം ഇത് ഒരു TPMS ആണ്. പിന്നെ റേഞ്ച് അസിസ്റ്റ് ഉണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് ഒപ്റ്റിമൈസർ ഓൺ ആക്കാം. അപ്പം റേഞ്ച് ഒപ്റ്റിമൈസർ ഞാൻ ഇപ്പോൾ ഓൺ ആയി കഴിഞ്ഞാൽ എൻ്റെ എയർകോൺ സിസ്റ്റം അത് കൺട്രോൾ ചെയ്യും, ഇത് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി, എനർജി കൺസപ്ഷൻ. പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലിൽ എന്തോരം യൂസേജ് ആവുന്ന, ക്ലൈമറ്റ് കൺട്രോൾ എന്തോരം പവർ യൂസേജ് ആവുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടേക്ക് 1 kW/h ആണ് എൻ്റെ കൺസംഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം മൂവ് ചെയ്യുമ്പം കാണിക്കും നമ്മുടെ ആക്സലറേഷൻ വെച്ച് എത്ര യൂസേജ് വരുന്നത്, എത്ര kW/h ആണ്. പിന്നെ വരുന്ന സെറ്റിങ്സിൽ വരുവാണെങ്കിൽ ഡ്രൈവിങ്ങിൽ ഇപ്പം സ്റ്റാൻഡേർഡ് മോഡുണ്ട്, ഓഫ് റോഡ് മോഡുണ്ട്, ഇത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. പിന്നെ പൈലറ്റ് അസിസ്റ്റ് ഉണ്ട്, നമ്മുടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, സെറ്റിങ്സ് എല്ലാം സ്റ്റിയറിംഗിലാണ് ചെയ്യുന്നത്. പിന്നെ ലൈൻ കീപ്പിംഗ് എയ്ഡ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ലൈൻ തന്നെ കീപ്പ് ചെയ്ത് പോകാനുള്ള. പിന്നെ 1 pedal ഡ്രൈവ്, ഇതൊരു നല്ലൊരു ഫീച്ചറാണ്. 1 pedal ഡ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ബ്രേക്കിനായിട്ടുള്ള യൂസേജ് ഭയങ്കരമായിട്ട് കുറച്ചാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആക്സിലേറ്ററിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു, ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും. അപ്പോൾ അത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, മാക്സിമം ലെവലിങ്ങിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്, അത് ഓടിക്കുമ്പോൾ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ബ്രേക്ക് തൊടുകയാണ്, നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി തന്നെ ബ്രേക്ക് ചെയ്ത് പോകും. ബ്രേക്ക് പെഡൽ മീൻസ് ബ്രേക്ക് പാഡ്സിനും യൂസ് ആണ്, റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ നല്ല യൂസ് ആണ്. പിന്നെ വരുന്ന ഇപ്പൊ സ്റ്റിയറിംഗ് വീല് വേണമെങ്കിൽ ഇച്ചിരി ഫേം ആക്കാം. ഇപ്പൊ ഭയങ്കര സോഫ്റ്റ് ആവും, ഇപ്പൊ കുറച്ചും കൂടെ ഫേം ആവും. അത് ഓൺ ആക്കി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ലൊരു ഫീൽ കിട്ടും. കുറച്ചുകൂടെ റോഡുമായിട്ടുള്ള ഒരു അതിപ്പോ ഓഫ് ആക്കുവാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയി. അതൊക്കെയാണുള്ളത്. പിന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് മിറേഴ്സ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. റിവേഴ്സ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മിറേഴ്സ് അഡ്ജസ്റ്റഡ് ആവും. ഡ്രൈവ് മോഡിലാണ്. റിവേഴ്സ് മോഡ് ഇടുമ്പോൾ നോക്കിക്കോണേ, കണ്ടോ ഓട്ടോമാറ്റിക് മിറർ താഴോട്ട് ടേൺ ആവുന്നു. നമ്മൾ റിവേഴ്സ് എടുക്കാൻ പറ്റുന്ന ഭാഗത്ത് അത് അഡ്ജസ്റ്റ് ആയി തരികയാണ് ഓട്ടോമാറ്റിക് നമുക്ക്. എന്നിട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ കുറച്ച് വെപ്രാളത്തിലായിരിക്കും, അതിൻ്റെ കൂടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ നമുക്ക് ഈ മിറേഴ്സ് ഈ സീറ്റിന്റെ കൂടെ ഫംഗ്ഷൻസിൽ മെമ്മറി ഫംഗ്ഷൻസ് എല്ലാം മിറേഴ്സും നമുക്ക് മിറേഴ്സിലും ഉണ്ട്, ഡ്രൈവർ മിറേഴ്സിലും ഉണ്ട്, മിറേഴ്സും സീറ്റും. നമ്മളിപ്പം ഒരു യൂസർ നമ്മളിപ്പം ഡ്രൈവ് ചെയ്തു, ഞാൻ സേവ് ചെയ്ത് നമ്പർ 1 സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതിന്റെ കംഫോർട്ടിൽ മിററിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ വണ്ണിലേക്ക് കഴിഞ്ഞാൽ സീറ്റ്സും മിറേഴ്സും എല്ലാം സെറ്റ് ആവും. പിന്നെ കോ ഡ്രൈവറുടെ സീറ്റും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു, ഇനിയും കൺക്ലൂഷനിലേക്ക് വന്നിരിക്കുന്നു. നെഗറ്റീവ്സിനെ പറ്റിയാണ് അറിയേണ്ടത്. അതിനകത്ത് എന്തൊക്കെ പോരായ്മകൾ ഇതിനകത്ത് പറയാനുണ്ട്? നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ബാക്കിലെ ലെഗ് സ്പേസ്. നമ്മൾ മുമ്പേ പറഞ്ഞ 5 സീറ്റർ ആണെങ്കിലും ബാക്കിൽ 4 സീറ്റർ ആണ് കറക്റ്റ് ഐഡിയൽ. അടുക്കത്തെ ആ സീറ്റ് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു കംഫോർട്ടില്ല, ഒട്ടും കംഫോർട്ടബിൾ ഇല്ല. അതാണ് ബാക്കിൽ. ബാക്കി ഇരിക്കുന്ന രണ്ടുപേർക്ക് ഓക്കെ ആണോ? ബാക്കി കുറച്ച് പൊങ്ങിയിരിക്കുന്നു, കുഴപ്പം വരുന്നില്ല. അടുക്കത്തെ ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. പിന്നെ ബൂട്ട് സ്പേസ് ആണെങ്കിലും ബൂട്ടിൽ ഇതിന്റെ ടയർ വരുന്നുണ്ട്, സ്പെയർ ടയർ. അപ്പം അത് സ്പെയർ ടയർ ഉള്ളതുകൊണ്ട് ഞാനിപ്പോ ഊരി സൈഡിൽ കയറ്റി വെച്ചേക്കുവാണ്, കുറച്ചും കൂടെ സ്പേഷ്യസ് ആകാൻ വേണ്ടി. ഇല്ലെങ്കിൽ അപ്പോൾ ടയർ ഇരിക്കുന്നത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്നും വെക്കാൻ പറ്റില്ല, ഒരു അൺഈവൻ സ്പേസ് ആയി പോകും. മേളിൽ ഒരു പെട്ടി വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കത്തില്ല. എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും പോകുന്നത്, അപ്പം എപ്പോഴും ആ ടയർ എപ്പോഴും ഊരി അവിടെ വെച്ചേക്കുക. അപ്പം അതിന് പകരം ഒരു ടയർ ഇൻഫ്ലേറ്ററോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് വേറൊരു സ്പെയർ ചാർജറാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻ കേസ് ഓഫ് എമർജൻസി നമുക്കിത് നോർമൽ ഏത് പവർ പോയിന്റിലും പ്ലഗ് ചെയ്ത് വണ്ടി ചാർജ് ചെയ്യാം. ബട്ട് ഇതൊരു വളരെ സ്ലോ ചാർജറാണ്. ഇതിന്റെ 1.1 കിലോ വോട്ട് ആണ്. എന്ന് വെച്ചാൽ എമർജൻസിക്ക് നമുക്ക് കിലോമീറ്റേഴ്സിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും വീട്ടിൽ പോവാ, അവിടെ ജസ്റ്റ് സിംപിളി ചാർജ് ചെയ്യണമെങ്കിൽ ചുമ്മാ നോർമൽ ഒരു സോക്കറ്റിൽ പവർ പ്ലഗിൽ കുത്തിയിട്ട് ഇത് 1.1 കിലോ വോട്ടിനാണ്. അപ്പൊ ഇത് ഫുൾ ചാർജ് ആണെങ്കിൽ അത്ര സമയം എടുക്കും. എമർജൻസിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പം ഈ ഒരു സ്പേസ് ഉണ്ട്, ഈ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ബേസിക്കലി ചാർജർ വെക്കാൻ വേണ്ടി ഓക്കെ. അല്ലാതെ വേറെ എന്തെങ്കിലും പോരായ്മ തോന്നിയിട്ടുണ്ടോ? അല്ലാതെ വേറെ ഒന്നും തോന്നിയിട്ടില്ല. ഓക്കെ. അപ്പം പുതിയൊരു ഇലക്ട്രിക് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ബഡ്ജറ്റിൽ അവർക്ക് ഇത് സജസ്റ്റ് ചെയ്യുമോ ഇല്ലയോ? ഡെഫിനറ്റ്ലി. അവർക്ക് ഡ്രൈവിംഗ് കംഫോർട്ട് ആണെങ്കിൽ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ അല്ലേ, ആണെങ്കിൽ മച്ച് ബെറ്റർ. ഈ കാർ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് ഇത് ഓടിക്കുമ്പോൾ. ഓക്കെ. അല്ലാതെ സ്പേഷ്യസ് കാറോ അല്ലെങ്കിൽ ആ സ്പേസ് കംഫോർട്ട് ആണെങ്കിൽ ഷുഡ് ഗോ ഫോർ ഐനിക് 5. ഓക്കെ. ഐനിക് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ പാസഞ്ചേഴ്സിന് ഭയങ്കര കംഫോർട്ടാണ്. അതിന് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഡ്രൈവ് വൈസ് ഇതിൻ്റെ അത്ര, ബട്ട് അതർ ദാൻ ദാറ്റ് കംഫോർട്ടും ബാക്കി ഫീച്ചേഴ്സ് വൈസ് ഒക്കെ ആണെങ്കിലും നല്ല നല്ല കാറാണ്. ഓക്കെ. അപ്പോൾ എന്താണ് സജഷൻസിൽ പറയാനുള്ളത്? ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. XC40യെ പറ്റി പലർക്കും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.